ഫ്രണ്ട്സ്, ഇന്ന് തന്നെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാനിന്ന് സെറ്റ് സാരിക്ക് ശേഷം എൻ്റെ കയ്യിലുള്ള ആർട്ടിഫിഷ്യൽ ജ്വല്ലറി, എൻ്റെ മോള് യൂസ് ചെയ്യുന്ന കുറച്ച് മാലയും അതുപോലെ തന്നെ കമ്മലുകളും കാണിക്കാമെന്നാണ് വിചാരിച്ചത്. അതിൻ്റെ പിറകിലൊക്കെ അതെവിടെ നിന്നാണ് വാങ്ങിയത് എന്നൊക്കെയുള്ളത് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ജ്വല്ലറീസാണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന. കുറച്ച് ഈ ബോക്സിനകത്താണുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. തുടങ്ങാം. ആദ്യം ഞാൻ വാങ്ങിയ ഒരു നെക്ക് സെറ്റാണ് ഇത്. നമുക്ക് ഗ്രീൻ ആൻഡ് റൂബി റെഡ് എമറോൾഡ് സ്റ്റോൺസ് വെച്ച ഒരു ചോക്കറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ കുറച്ചൊന്ന് ലൂസാക്കി അങ്ങനെ ഇടാം. നെക്കിൻ്റെ ഇതനുസരിച്ച് നമുക്കിത് യൂസ് ചെയ്യാം. എൻ്റെ മോളിത് അവളുടെ 10th സ്റ്റാൻഡേർഡ് സ്കൂൾ ഫംഗ്ഷന് യൂസ് ചെയ്തതാണ്. അപ്പം ഇതാണ് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഞാനും ചിലപ്പോഴൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ബ്രൗണിക്ക് ചിലപ്പോൾ ഇതിട്ട് വീഡിയോസ് എടുക്കാറുണ്ട്. ബ്രൗണി ഞങ്ങളുടെ ക്യാറ്റിന് വീഡിയോസ് വരാറുണ്ട്. അപ്പോൾ ഇത് കൈമാറ്റി ഇങ്ങനത്തെ ഒരു ലുക്കായിരിക്കും. ജസ്റ്റ് ഒന്ന് വെച്ചെന്നേ മോളിടുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, ഞാൻ നെടുമങ്ങാട് സെൻറ്റ് ജോർജ് ഫാൻസി, നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഫാൻസിയാണ്. അവിടെ പോയപ്പോൾ ഈ മാല കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ മാല എന്ന് പറയുന്നത് ഒരു റൂബി റെഡ് കളറിൽ ഒരു ഹാർട്ട് ഷേപ്ഡ് ലോക്കറ്റ് ഉള്ളതാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതെൻ്റെ മോക്ക് വേണ്ടി ഞാൻ വാങ്ങി. അവൾ ഒരുപാട് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ബ്രൗണിക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ മോക്കൊക്കെ പെൺകുട്ടിയൊക്കെ ഇടുമ്പോൾ ഇത് ഭയങ്കര നല്ല ക്യൂട്ട് ആൻഡ് എലഗന്റ് ആയിരിക്കും. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് സോ അട്രാക്റ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ഫോർ യങ് ഗേൾസ്. അടുത്ത് ഇതൊരു ബ്രേസ്ലെറ്റ്. ഇത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എൻ്റെ മോൾക്ക് 10th ഫെയർവെല്ലിന് അവളുടെ ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ബ്രേസ്ലെറ്റ്. സോ ഇറ്റ്സ് സോ വെരി സ്പെഷ്യൽ. അടുത്ത് നമുക്ക് കുറച്ച് കമ്മലുകളാണുള്ളത്. അപ്പം ആദ്യത്തെ കമ്മൽ ഇതാ ഇങ്ങനെ ഒരു വയലറ്റ് പർപ്പിൾ സ്റ്റോൺ, ഇതാ പർപ്പിൾ സ്റ്റോണിൻ്റെ ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുള്ള കമ്മലാണ്. ഇത് കുന്നിൽ ഹൈപ്പർ മാർക്കറ്റ് നെടുമങ്ങാട് ഞാൻ സാധനം വാങ്ങാൻ പോയപ്പോൾ കണ്ടതാണ്. ഇത് മോള് യൂസ് ചെയ്യാറൊന്നുമില്ല, എനിക്കിഷ്ടപ്പെട്ട് വാങ്ങി. അപ്പം ഞാനിങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് അതിനു വേണ്ടിയുള്ളതാണ്. പക്ഷേ ഇതൊരു എലഗൻറ്റ് ഒരു ഇയറിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. ഇതുവരെ നമ്മളത് യൂസൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, അടുത്ത് വീണ്ടും ഒരു ഇയറിംഗ് ആണ്. ഒരു സീ ബ്ലൂ കളറും ഒരു വൈറ്റ് പേൾസും അറേഞ്ച് ചെയ്തിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ശംഖുമുഖം ബീച്ചിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ്, 30 to 40 30 റുപ്പീസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. 30 രൂപയേ ഉള്ളൂ. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെ വാങ്ങിയ ഒരു ഇയറിംഗ് ആണിത്. അടുത്ത് വീണ്ടും അതേ കാറ്റഗറിയിൽ വരുന്നത് തന്നെ വേറൊരു ഇയറിംഗ് ആണ്. ഇതും ഏകദേശം ഒരു ടീൽ ബ്ലൂ കളർ, താഴെ ഇങ്ങനെ പേൾ ഹാങ്ങിങ്സുമായിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ്. അപ്പോൾ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് കണ്ടപ്പോൾ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇതും ഒരു 30 റുപ്പീസ് റേഞ്ചിലുള്ളതാണ്. ശംഖുമുഖം ബീച്ച് റോഡ് സൈഡ് അവിടെയുള്ള കടകളിൽ നിന്ന് വാങ്ങിയതാണ്. അടുത്ത് 2 കമ്മൽ. ഇത് ഏകദേശം എൻ്റെ മോള് 10th പഠിക്കുമ്പോൾ 9th ഓണം ഫംഗ്ഷന് നമ്മൾ വാങ്ങിയ കമ്മലാണ്. മയിൽപ്പീലി ഡിസൈൻ. ഇതിൻ്റെ ധാവണി സെറ്റും ഉണ്ടായിരുന്നു. മയിൽപ്പീലി ഡിസൈനിൽ തന്നെയുള്ള ധാവണി സെറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ അവൾ യൂസ് ചെയ്യാൻ വാങ്ങിയ കമ്മലുകളാണിത്. ഇടുമ്പോൾ ഭയങ്കര ഒരു നല്ല ലുക്കാണ്. എനിക്ക് വെക്കുമ്പം അത് ഞാനിങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ ഒരു യങ് ഏജിലൊക്കെ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ മോള് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലുള്ള
മക്കൾക്ക് ചെറിയ ഒരു 18 to 20 ഗേൾസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എല്ലാം പ്രായക്കാർക്ക് ഉപയോഗിക്കാം, അങ്ങനെയൊന്നുമില്ല. അടുത്ത് മോസ്റ്റ് ഫേവറേറ്റ് ആൻഡ് ദ മോസ്റ്റ് സ്റ്റണ്ണിങ് ഇയറിങ്സ് എൻ്റെ മോളിട്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്. ഇതൊരു ഒരു 3 ലെയേർഡ്, അതായത് 3 തട്ടുകളാണ് ഇതിനുള്ളത്. സ്റ്റഡ് പോവുക, മെയിൻ സ്റ്റഡ് പോവുക. എല്ലായിടത്തും ഇറങ്ങിയത് ഫാഷനായിട്ട് ഒരു റൂബി റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു ജുംക്കിയാണ്, ഹാങ്ങിങ് ജുംക്കി. സോ ദിസ് ഈസ് ഓൾസോ വെരി സ്പെഷ്യൽ ഫോർ അസ്. അപ്പം ഇഷ്ടമായാൽ എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ പറയണേ ഫ്രണ്ട്സ്. മോക്കുള്ളതാണിത്. മോക്ക് വേണ്ടി 80 റുപ്പീസാണ്. സെൻറ്റ് ജോർജ് ഫാൻസി നെടുമങ്ങാട്. അടുത്ത് ഇയർ മാട്ടി എന്ന് പറയുന്ന ഒരു മാട്ടിയാണ് ഇത്. നമ്മളിങ്ങനെ ഫ്രണ്ട്സ്, ഇതൊരു ഹെയർ മാട്ടിയാണ്. അപ്പോൾ ഇവിടെ അതിന് ഹുക്കുണ്ട്. നമ്മൾ കമ്മലിൽ തൊടുത്തി വെച്ചിട്ട് നമ്മൾ കമ്മലിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ നമ്മുടെ കാതിൻ്റെ ഇങ്ങനെ ബാക്ക് സൈഡിൽ ഇങ്ങനെ വെക്കും. അപ്പം അത് ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും. ഇതേ സെയിം കളർ സാരി മോക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ചെയ്യുന്ന രീതിയിൽ ഒരു മാരേജ് ഫംഗ്ഷന് നമ്മൾ വാങ്ങിയതാണ്. എല്ലാവരും ഒരുപാട് നല്ലതാണെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ഫിംഗർ, അതായത് ഇതിൻ്റെ കൂടെ ഒരു റിങ്ങും കൂടെ ഉണ്ടായിരുന്നു, ഒരു കമ്മലും കൂടെ ഉണ്ടായിരുന്നു. ആ കമ്മലിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരുപാട് കടകളിൽ നമ്മൾ തേടി നടന്ന് ലാസ്റ്റിലാണ് ഇത് നമുക്ക് കിട്ടിയത്. പക്ഷേ അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് നമുക്കിത് കിട്ടിയത്. നെടുമങ്ങാട് ഗോൾഡ് കിട്ടും, സിൽവർ ചോദിച്ച് നടന്നാൽ കിട്ടൂല. അതാണ് നെടുമങ്ങാട്. ഇതിൻ്റെ ഗോൾഡ് പ്ലേറ്റഡ് ആണെങ്കിൽ ഉണ്ട്, പക്ഷേ ഇതുപോലെ ഒരു വൈറ്റ് സ്റ്റോൺ വിത്ത് സിൽവർ കളേർഡ് ആയിട്ടുള്ളത് കിട്ടിയില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ തേടി നടന്ന് വാങ്ങിയ ഒന്നാണ്. അഫോർഡബിൾ പ്രൈസാണ് ഇതെല്ലാം. 99 റുപ്പീസ്. യെസ്, ഫുള്ളി 99. ഇനി നമ്മൾ ബോക്സ് പൊട്ടിക്കൂ. ഇനി നമ്മുടെ ഈ ബോക്സിനകത്ത് കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ട്. അപ്പം അതുകൂടെ നമ്മൾ കാണിക്കാം. അപ്പോൾ ആദ്യത്തേത് തുറക്കുകയാണ് ഫ്രണ്ട്സ്. നമ്മളിങ്ങനത്തെയൊക്കെ ഒരു കവറിനകത്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫ്രണ്ട്സ്. എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊന്നും ചീത്തയാവാതെ സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഓരോ കവറിനകത്ത് നമ്മൾ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സെയിം ടു സെയിം ഒരു വ്യത്യാസവും വരാതിരിക്കും. എത്ര വർഷം കഴിഞ്ഞാൽ. അടുത്ത് ഇതൊരു ബ്രേസ്ലെറ്റ് ആണ്, സ്റ്റോൺഡ്. അതായത് റെഡ്, യെല്ലോ, നേവി ബ്ലൂ അങ്ങനെ പല കളേഴ്സിലുള്ള ഒരു അത് ബ്ലാക്ക് ത്രെഡ്. നല്ല പഴക്കമുണ്ട്. ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുകയും അതുപോലെ നല്ല പഴക്കമുള്ളതുമാണ്. പക്ഷെ നല്ല രസമുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഇങ്ങനെ ഇടുമ്പോൾ കയ്യിൽ കുട്ടികൾക്ക് എല്ലാം ഇത് ഭയങ്കര ബ്യൂട്ടിയാണ് ഇടുമ്പോൾ. അങ്ങനത്തെ ഒരു ബ്രേസ്ലെറ്റ്, അത് ചോറ്റാനിക്കര നമ്മൾ ക്ഷേത്രത്തിൽ പോയപ്പോൾ അതിൻ്റെ നമ്മൾ വാങ്ങിയത്. ഈ ആദ്യം കാണിച്ച ഒരു ചോക്കർ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ തിരിച്ച് അതുപോലെ തന്നെ ഇനി അടുത്ത ഒന്ന് ഞാൻ എടുക്കുകയാണ്. അടുത്തത് അതുപോലെ തന്നെ ഒരു കവറിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കതെടുക്കാം. ഇതിൻ്റെ പ്രത്യേകത ഭയങ്കര ട്രെൻഡായിരുന്നു. ഇത് അന്ന് ആ സമയത്ത് അല്ല, കഴിഞ്ഞ വർഷം ടെമ്പിൾ ഡിസൈൻസ് ഒക്കെ ഭയങ്കര ട്രെൻഡി ആയിട്ടിരുന്ന സമയത്ത് നമ്മൾ സ്കൂളിലെ ഫംഗ്ഷന് വേണ്ടി ഓണം ഫംഗ്ഷന് വേണ്ടി വാങ്ങിയ ഒരു ചോക്കറാണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഏകദേശം 180 റേഞ്ചിലാണ് ഈ ചോക്കർ വാങ്ങുന്നത്. അതിൻ്റെ കൂടെ 2 ഇയറിങ്സും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ദേവിയുടെ ടെമ്പിൾ ഡിസൈൻ ആണ്. അപ്പോൾ അതിൻ്റെ 2 ചെറിയ വളരെ എലഗൻ്റ് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള, എന്നാൽ ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ ഭയങ്കര ബ്യൂട്ടിയാണ്. കമ്മലും ഇതും ടെമ്പിൾ ഡിസൈനാണ്. നമുക്ക് തിരിച്ച് അതുപോലെ അത് കവർ തന്നെ സൂക്ഷിക്കാം ഫ്രണ്ട്സ്. ഇനിയും നമുക്ക് ധാരാളം ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ ജ്വല്ലറി നമ്മളടുത്തുണ്ട്. ഇനി ഒത്തിരി ഇതിനകത്ത് കാണിക്കാനായിട്ടുണ്ട്, ബാക്കിയാണ്. പക്ഷേ അതൊരു ലെങ്തി വീഡിയോ ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളിതിന് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് സ്നേഹത്തോടെ അറിയിക്കുക. ഇതിൻ്റെ പാർട്ടും ഞാൻ ഉടനെ പാർട്ടുമായി ഓടി വരുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം. എല്ലാവർക്കും അഡ്വാൻസ്
ഹാപ്പി വിഷു ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിലൂടെ ഉടനെ കാണാം കേട്ടോ ഫ്രണ്ട്സ്. ലവ് യു ഓൾ.